പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 54-ാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: ഉണരും അവസ്ഥ ഉറക്കിൽ ഇല്ല ഉറക്കം, പുനർ ഉണരും പൊഴുതും സ്ഫുരിക്കുവില. അനുദിനം ഇങ്ങനെ രണ്ടും ആദിമായ വനിതയിൽ നിന്ന് പുറന്നു മാറിടുന്നു. ഉണരും അവസ്ഥ ഉറക്കിൽ ഇല്ല ഉറക്കം, പുനർ ഉണരും പൊഴുതും സ്ഫുരിക്കുവില. അനുദിനം ഇങ്ങനെ രണ്ടും ആദിമായ വനിതയിൽ നിന്ന് പുറന്നു മാറിടുന്നു. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. ഉണരും അവസ്ഥ, ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഉറക്കിൽ ഇല്ല, ഉറക്കത്തിൽ ഇല്ല. ഉറക്കം, ഉറങ്ങുന്ന അവസ്ഥ. പുനർ ഉണരും പൊഴുതും, വീണ്ടും ഉണരുമ്പോഴും. സ്ഫുരിക്കുവില, ഉണ്ടാകുന്നില്ല. അനുദിനം, ഓരോ ദിവസവും. ഇങ്ങനെ രണ്ടും, ഈ രണ്ടവസ്ഥകളും ആദിമായ വനിതയിൽ നിന്ന്, ആദിമായ ആകുന്ന വനിതയിൽ നിന്ന് പുറന്നു പിറന്ന് മാറിടുന്നു, വൈരുദ്ധ്യമുള്ളതായി തീർന്നിടുന്നു. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. ഉണർന്നിരിക്കുന്ന അവസ്ഥ ഉറക്കത്തിൽ ഇല്ല, ഉറങ്ങുന്ന അവസ്ഥ വീണ്ടും ഉണരുമ്പോഴും ഉണ്ടാകുന്നില്ല. ഓരോ ദിവസവും ഈ രണ്ടവസ്ഥകളും ആദിമായ ആകുന്ന വനിതയിൽ നിന്ന് പിറന്ന് വൈരുദ്ധ്യമുള്ളതായി തീർന്നിടുന്നു. ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് ഒന്ന് കടക്കാം. തൃപ്പാദങ്ങൾ ഈ മന്ത്രത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് എന്താണ് ഉറക്കം, എന്താണ് ഉണർവ്. ആർക്കും പെട്ടെന്നൊരു നിർവചനം കൊടുക്കാൻ കഴിയുകയില്ല ഇതിന്. എന്നാൽ തൃപ്പാദങ്ങൾ ഈ പ്രഹേളികയിലേക്ക് വ്യക്തമായ ഒരു ഉൾക്കാഴ്ച നമുക്ക് നൽകുന്നുണ്ട്. ആരും തന്നെ ഉറങ്ങാത്തവരായിട്ട് ഇല്ല, അല്ലേ? എല്ലാവരും ഉറങ്ങുന്നവർ തന്നെയാണ്. ഉറക്കത്തിൽ എന്താണ് അനുഭവം നമുക്കറിയാമോ? നമ്മൾ ഉറങ്ങുമ്പോൾ ഉള്ള ആ അനുഭവം, ഒന്നും അറിയുന്നില്ല എന്നതാണ് അനുഭവം. ഒന്നും അറിയുന്നില്ലെങ്കിലും ഉറങ്ങുന്നവന് സുഖമുണ്ട്, അല്ലേ? നാം ഉറങ്ങുമ്പോൾ നമുക്ക് ഒരു സുഖമുണ്ട്. സുഖം ഇല്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ കഴിയുകയില്ല. സുഖമില്ലെങ്കിൽ ആർക്കും ഉറങ്ങാൻ തോന്നുകയില്ല. ഉറക്കത്തിൽ ലോകാനുഭവങ്ങളുടെ അഭാവം ഉണ്ടെങ്കിലും ആത്മാവിൻ്റെ സ്വരൂപമായ ആനന്ദം അപ്പോൾ പ്രകാശിക്കുന്നുണ്ട്. എന്നാൽ അറിയുന്നവനെന്ന ഞാൻ ഏതോ ഒരു കറുത്ത മൂടുപടത്തിനുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉണർന്നെണീക്കുന്നതുവരെ ഞാൻ ആത്മസുഖം അനുഭവിക്കുന്നു എന്ന് എനിക്കറിയാനും കഴിയുകയില്ല. അതുപോലെ തന്നെ പറയാനും നമുക്ക് കഴിയുകയില്ല. നാം എല്ലാവരും ഉണർന്നെണീറ്റാൽ ഇന്ദ്രിയവും മനസ്സും പ്രവർത്തന നിരതമാകും. അപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന ഇരുളിമയെല്ലാം മാഞ്ഞു പോകും. വസ്തുക്കളെയും വസ്തുതകളെയും സ്പർശിച്ചും ഘ്രാണിച്ചും ചിന്തിച്ചുമൊക്കെ അറിയാനും തുടങ്ങും. ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ശരീരത്തിൻ്റെ വിശപ്പും ദാഹവും മനസ്സിൻ്റെ ജിജ്ഞാസയുമൊക്കെ ശമിപ്പിച്ചുകൊണ്ടിരിക്കും, അല്ലേ? പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് ഈ രണ്ട് ധ്രുവങ്ങൾക്കിടയിലാണ്, ഇരുട്ടിനും വെളിച്ചത്തിനും ഇടയിലാണ്. എണ്ണമറ്റ രൂപങ്ങളോട് കൂടിയ ഈ പ്രപഞ്ചം നമ്മളിൽ അത്ഭുതത്തെ ചമച്ചു വെക്കുന്നതാണ്. ഒരു ചിത്രകാരൻ്റെ ക്യാൻവാസിൽ കറുപ്പിനും വെളുപ്പിനും ഇടയിൽ വരുന്ന പല പല വർണ്ണങ്ങളുടെ ചേരുവകൾ കൊണ്ടാണ് ചിത്രകാരൻ മാസ്മരികമായ ഒരു ചിത്രം വരച്ചു വയ്ക്കുന്നത്. ഈ രണ്ടവസ്ഥകളിലേക്ക് ബോധം വീണും ഉയർന്നും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ സുഖവും ദുഃഖവും മറ്റെല്ലാ വൈകാരികതകളും ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. ഒരു മായാ വനിതയിൽ നിന്നാണ് അനുദിനമെന്നോണം ഇരുളും വെളിച്ചവും മാറി മാറി ജനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അറിവിൻ്റെ കേവല സ്വരൂപത്തിൽ നിന്നുകൊണ്ട് ഉറക്കത്തിനെയും
ഉണർവിനെയും നോക്കിക്കാണാൻ കഴിയുന്ന ഒരു പൂർണ്ണ ജാഗരിതം സംഭവിക്കുന്നതുവരെ നമ്മുടെ സത്യജിജ്ഞാസയെ ഉപശമിപ്പിക്കാൻ പാടില്ല. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, 54-ാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനമാണ് നമ്മളിവിടെ അവതരിപ്പിച്ചത്. ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി കണ്ടുമുട്ടാം. ഗുരു ഓം ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.